ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നോക്കുന്നത്. അതിൽ ഖത്തറിൻ്റെ LNG എക്സ്പോർട്ട് കുത്തനെ തകർന്നിരിക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ ചിലർ ഖത്തറിൽ നിന്നും ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയേക്കാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അങ്ങനെയാണ് തെളിയിക്കുന്നത്. അതായത് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് 509 LNG ടാങ്കറുകളാണ് ഖത്തറിൽ നിന്നും പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വെറും 18 LNG ഷിപ്പുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ഖത്തർ 30% അവരുടെ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കിയത്. ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം എത്രമാത്രമാണെന്നുള്ളത് ഇനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഖത്തറിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നും എത്രയും വേഗം റിക്കവർ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഖത്തർ ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ഇറാനും ഒമാനും തമ്മിൽ ഒരു ചർച്ച നടത്തിയെങ്കിലും ഇറാൻ ഫൈനലി പറഞ്ഞിരിക്കുന്നത് ഇറാനും ഒമാനും തമ്മിൽ നടത്തിയ ചർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് കപ്പലെടുത്തുകൊണ്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട. അമേരിക്കയുടെ ബ്ലോക്കേഡ്, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ബ്ലോക്കേഡ് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുന്നത് വരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഒരു ഫ്രീ ഷിപ്പിംഗ് ആരും മോഹിക്കേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഗാരിബാബാദി പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒരു ആക്രമണം നടത്തി നമ്മൾ പ്രത്യാക്രമണം നടത്തുന്നവരെ കാത്തിരിക്കുന്ന ആ ഒരു ശൈലി എന്തിന് ഇറാൻ പിന്തുടരണം, നമുക്ക് പ്രിയംറ്റീവായിട്ട് സ്ട്രൈക്ക് നടത്തിക്കൂടെ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതിൽ ഇറാൻ്റെ നേതാക്കളെ കടത്തിവെട്ടാൻ ആൾക്കാരില്ല. പക്ഷേ ആക്രമണത്തിൻ്റെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇറാന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അമേരിക്കയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ എൻറ്റയർ കൗൺസിലേറ്റ്, അതായത് ആഗോളതലത്തിൽ അവർ പ്രവർത്തിക്കുന്ന കൗൺസിലേറ്റുകളിൽ US-ൻ്റെ വിസ ഇൻ്റർവ്യൂ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ചില നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം അമേരിക്കയുടെ കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. 75 രാജ്യങ്ങളിലെ അമേരിക്കൻ കൗൺസിലേറ്റുകളിലാണ് ഈ വിസ ഇൻ്റർവ്യൂ നടത്തുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ആർക്കും അമേരിക്ക ഇപ്പോൾ വിസ കൊടുക്കില്ല, അതാണ് അവരുടെ തീരുമാനം. അമേരിക്കയിലെ കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തയ്യബ് എർദോഗൻ ഊഷ്മളമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നമ്മൾ തുടങ്ങണം, ഇസ്താൻബുൾ ജെറുസലേമിന് വേണ്ടിയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 955 വർഷത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അത് പഴയ അവരുടെ ഓട്ടോമൻ എംപററിൻ്റെ കാലഘട്ടത്തെ അവർ ജെറുസലേമിനെ എങ്ങനെയാണോ കൈയടക്കിയത് അതേ മാതൃകയിൽ തുർക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് മുന്നോട്ട് വരും എന്നാണ് ഓപ്പണായിട്ട് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ വർഗീയപരമായിട്ടുള്ള ആരോപണമായിട്ട് ആരും ചിത്രീകരിക്കില്ല. കാരണം ഇത് പറഞ്ഞത് തുർക്കിയാണ്. തുർക്കിയെ അനുകൂലിക്കുന്ന, തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഈ രാജ്യങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം. മസ്ലൂം അബ്ദി എന്ന് പറഞ്ഞ സിറിയക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കുർദ് സേനകളുടെ നേതാവായിട്ടുള്ള വ്യക്തി സിറിയയും അതുപോലെ തന്നെ ഈ കുർദ് സേനകളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ അവസാനം ഒരു തീരുമാനമായിരിക്കുകയാണ്. ഈ കുർദിഷ് സേനകൾ ഇനി സെപ്പറേറ്റ് വിങ് ആയിട്ട് സിറിയക്കുള്ളിൽ പ്രവർത്തിക്കില്ല, അവർ സിറിയയുടെ നാഷണൽ ആർമിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഇനി അവിടെ രണ്ടല്ല, സിറിയയിൽ ഇനി ഒറ്റ ആർമിയേ ഉള്ളൂ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് കുർദിഷ് സേനയെ സിറിയൻ നാഷണൽ ആർമിയിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലി ഫോഴ്സ് ക്യാരിഡ് ഔട്ട് മാസീവ് അറ്റാക്ക് ഇൻ ലെബനൻ, സൗത്ത് ലെബനൻ ഭാഗത്ത് മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി തള്ളി മറിക്കുകയാണ്. അതായത് ഇറാനിൽ പോയി ചർച്ച നടത്തിയത്, അതായത് ഞാനും അസീം മുനീറും ഒപ്പം ഇറാനിയൻ ഡെലിഗേറ്റ്സുമായിട്ട് നടത്തിയ ചർച്ചയിൽ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നും വളരെ എളുപ്പത്തിൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാക്കുമെന്നും അതുപോലെ തന്നെ അവരിതിനു മുമ്പ് സൈൻ ചെയ്ത MOU അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫർദർ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഖത്തർ, ഒമാൻ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇവിടെ ഇടപെടൽ നടത്തുന്നുണ്ട്. എന്നിട്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇതുവരെ ഒരു നിർണായകമായിട്ടുള്ള ഡിസിഷനോ അല്ലെങ്കിൽ അതുവഴിയുള്ള ചരക്ക് ഗതാഗതം വളരെ സ്മൂത്തായിട്ടോ ഒന്നുമല്ല നടക്കുന്നത്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റലിൽ ICU യൂണിറ്റിൽ
വലിയൊരു തീപിടുത്തം. ആ തീപിടുത്തത്തിൽ 14 കുട്ടികളാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ അതിൽ ശരിക്കും ഒരു ആ ഫയർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ ICUവിലാണ് ഈ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത്. ഈ ആളി കത്തിപ്പിടിച്ചതിൽ ICUവിൻ്റെ വാതിലുകൾ, ഗ്ലാസ് ഡോറ്, വിൻഡോസ് ഇതെല്ലാം തന്നെ പൊട്ടിത്തെറിച്ച് ചിന്നാഭിന്നമായി പോയിട്ടുണ്ട്. ഈ ഫയർ എങ്ങനെ ഉണ്ടായി, ഇത് നാച്ചുറലി ഉണ്ടായ ഒരു അപകടമാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റൻഷനലി ചെയ്ത ഒരു കുറ്റകൃത്യമാണോ എന്നുള്ളതൊന്നും ഇതുവരെ പാകിസ്ഥാൻ ഓപ്പണായിട്ട് പുറത്തു പറഞ്ഞിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ വില്ലേജ്, വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഏരിയകളെല്ലാം തന്നെ സെർച്ച് നടത്തി തകർത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. അത്തരത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷനാണ് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. തികച്ചും വെസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ കൺസേണോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം അത് തുടരുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഫോർ പലസ്തീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫലകങ്ങളെല്ലാം തന്നെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി സെറ്റിൽമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോൺ പെൽറ്റിംഗ് നടത്തിയ കുറേ ഹമാസ് മെമ്പേഴ്സ്, അതേപോലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ മെമ്പേഴ്സൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് നേരിട്ട് കല്ലെറിയുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് കൃത്യമായിട്ട് ഷൂട്ട് ഔട്ട് നടത്തി അവരെ വധിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിവിടെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ US-ൻ്റെ C-17 കാർഗോ എയർക്രാഫ്റ്റ് അമേരിക്കയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ലിത്വാനിയയിൽ പോയി ലാൻഡ് ചെയ്ത് അവിടെ നിന്നും മോസ്കോയിലേക്ക് പോയിട്ടുണ്ട്. ഇതെന്തിനു പോയി എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. അമേരിക്കയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന്. അതുപോലെ തന്നെ റഷ്യയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺഫർമേഷനൊന്നും നൽകിയിട്ടില്ല. പലരും പല രീതിയിലുള്ള കോൺസ്പിറസി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഫാക്റ്റ് അല്ല. കാരണം ഒന്ന്, ഈ ട്രംപിൻ്റെ മോസ്കോ വിസിറ്റ് വൈകാതെ തന്നെ ഉണ്ടാവുമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പോയതാണെന്ന് ഒരു നിഗമനമുണ്ട്. അതുപോലെ തന്നെ അതല്ല, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒന്ന് റിസോൾവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് പോയതാണെന്നും, അതായത് ഇറാൻ്റെ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം തീർത്ത് വെച്ച് കഴിഞ്ഞാലെങ്കിലും ഇലക്ഷനിൽ വരാനിരിക്കുന്ന നവംബർ മിഡ് ടേം ഇലക്ഷനിൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള തരത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനെയും ഇതിനോട് കോർത്തിണക്കി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്തിനാണ് ഈ C-17 എയർക്രാഫ്റ്റ് മോസ്കോയിൽ എത്തിയത് എന്നതിനെക്കുറിച്ചുള്ള എക്സാക്റ്റ് വിവരം പുറത്തു വന്നിട്ടില്ല. അമേരിക്ക 5 ഇറാനിയൻ നേതാക്കളുടെ തലയ്ക്ക് 10 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അടുത്ത് ഇറാൻ്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമില്ല അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആ വ്യക്തികളുടെ പേരെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ നിർണായകമായിട്ടുള്ള ലീഡേഴ്സാണ്. അഹമ്മദ് വഹീദി, കമാൻഡർ ഇൻ ചീഫ് IRGC. അലി അബ്ദുല്ലാഹി, ഇറാൻ സെൻട്രൽ മിലിറ്ററി കമാൻഡർ ചീഫാണ്. സയ്യിദ് ആഗ ജാനി, IRGC എയർഫോഴ്സിൻ്റെ കമാൻഡറാണ്. ഹമീദ് റേസ ലഷ്കറിജിയാൻ, IRGCയുടെ ചീഫാണ്. സൈബർ ആൻഡ് ഇലക്ട്രോണിക് വിങ്ങിൻ്റെ ചീഫാണ്. മജീദ് ഖാദമി, IRGCയുടെ ഇൻ്റലിജൻസിൻ്റെ ചീഫാണ്. ഇത്രയും ആൾക്കാരുടെ തലയ്ക്കാണ് അമേരിക്ക 10 മില്യൺ ബൗണ്ടി നിർണ്ണയിച്ചിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എമൗണ്ട് കിട്ടും. ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു എസ്കേപ്പ് പ്ലാന് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ പാടെ ട്രംപ് വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങും. അത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബറിൽ നെതന്യാഹുവും കൂടി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ആർമി ക്യാരിഡ് ഔട്ട് സീരിയസ് ഓഫ് അറ്റാക്ക് ഇൻ ഹമാസ്. 5 ഏരിയകളിലാണ് ആക്രമണങ്ങൾ നടത്തിയത്. എല്ലാം തന്നെ റോക്കറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, വെപ്പൺസ് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോഡൗൺസ്, ഗ്രാനൈറ്റ്സ്, അമ്യൂണിഷൻസ് ഇതെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏരിയകളാണ് IRGC ആക്രമണത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞത്. അതുപോലെ IRGC UNRWAയുടെ കീഴിൽ അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലം, അത് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലാണ്, ജുദയ സമരിയ ഭാഗത്ത്. UNRWA കീപ്പ് ചെയ്തിരുന്ന സ്ഥലം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെതിരെ UNRWA ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ വെറുതെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രതികരിക്കാം, അല്ലാതെ അവർക്ക് ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ലെബനൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും മൾട്ടിപ്പിൾ ടൈംസാണ് ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ലെബനൻ്റെ ഉള്ളിലെ അമേരിക്കൻ അംബാസഡർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ആർമിയെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ കഴിയില്ല, കാരണം ഹെസ്ബുള്ള ഇപ്പോഴും ആയുധം താഴെ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആർമി ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് അമേരിക്ക എൻഡോസ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തിന്. റഷ്യ ലാർജ് നമ്പർ ഓഫ് ഡ്രോൺ അറ്റാക്കാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയത്. 150 ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം മിസൈലുകളും കൂടി അയച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് ഉക്രൈനും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും മാറി മാറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 1,00,000 സ്ക്വയർ മീറ്റേഴ്സ് വരുന്നൊരു ഗോഡൗൺ, ആ ഗോഡൗണിൻ്റെ മേളിൽ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട് റഷ്യക്കുള്ളിൽ. $162 ഡ്രോണുകളാണ് ഉക്രൈൻ അയച്ചു വെച്ചത്. അതിൽ 134 റഷ്യ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടും ബാക്കിയുള്ളതൊക്കെ പലയിടങ്ങളിലായിട്ട് പതിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ ഗോഡൗൺ വെയർ ഹൗസാണ് ആക്രമണത്തിന് വിധേയമാണ്. ഏറ്റവും കൂടുതൽ ഉക്രൈൻ്റെ ആക്രമണത്തിൽ ഇന്നലെ ഈ വെയർ ഹൗസാണ് നശിപ്പിക്കപ്പെട്ടത്. അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ്. ഇസ്രായേലി ഫോഴ്സ് ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഉള്ളിൽ പിടിക്കപ്പെട്ട തീവ്രവാദികളുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നടത്തിയ റെയ്ഡിൽ നിരവധി വീടുകളിൽ നിന്നും സ്വർണവും പണവും കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ട് സമാഹരിച്ചിരുന്ന പണവും സ്വർണവുമാണ് കൈപ്പറ്റിയത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ ഗാസയ്ക്കുള്ളിൽ ഒരു ഹമാസ് മെമ്പർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ മുഹമ്മദ് ബ്രിം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഹമാസിൻ്റെ ഈസ്റ്റ് ഖാൻ യൂനിസ് ബറ്റാലിയൻ ആയിരുന്നു. ഗിത്ത് ക്യാമ്പിൽ പുള്ളിക്കാരൻ താമസിച്ചിരുന്നു. ആ വിവരം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ക്യാമ്പിൻ്റെ അടുത്ത് തന്നെ ആക്രമണം നടത്തി ഈ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ. എന്തായാലും ഈ ഓണത്തിൻ്റെ അവധിയിൽ ഒരു ഗ്യാപ്പിൽ കിട്ടിയ ഒരു ടൈമിലാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ റെഗുലറായിട്ട് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്നല്ല വീഡിയോ എടുത്തിരിക്കുന്നത്. സൗണ്ടിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വാർത്തയ്ക്കാണ് പ്രാധാന്യം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.